പപ്പായ പുളിശ്ശേരി വെക്കുന്നതിനായിട്ട് ഞാനൊരു പപ്പായയുടെ പകുതി ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തോടെല്ലാം മാറ്റി ചെറിയ പീസുകളാക്കി ആദ്യം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ആദ്യം തോട് മാറ്റി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്ത് കഴുകി എടുത്തുകൊണ്ട് വരാം. നിറയെ കുരുണ്ട്. നല്ല വെളുത്ത കുരു കണ്ടോ, നല്ല പപ്പായ. പപ്പായ നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. സാധാരണ പുളിശ്ശേരിക്ക്, വെള്ളരിക്ക പുളിശ്ശേരി, അതുപോലെ കുമ്പളങ്ങ പുളിശ്ശേരി, ഇതിനൊക്കെ അരിയുന്ന പോലെ തന്നെ നമ്മൾ ഇതിനും കപ്പളങ്ങ പുളിശ്ശേരി വെക്കുന്നതിനും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പപ്പായ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ പപ്പായ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം വേവിച്ചെടുക്കണം. പപ്പായ നമുക്ക് സ്റ്റൗവിന്മേൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം 2 പച്ചമുളക് ഇതിനകത്ത് മുറിച്ചിടട്ടെ. 2 പച്ചമുളക്, പിന്നെ സ്വല്പം സവോള നമ്മൾ ഇതുപോലെ അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നെഹക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പപ്പായ പെട്ടെന്ന് വേഗം വരുന്നതുകൊണ്ട് അധികം വെള്ളം നമുക്ക് ഒഴിക്കണ്ട. ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. നോക്ക്, ഇനി നമുക്കിത് സ്റ്റൗവിന്മേൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പപ്പായ സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇനി നമുക്ക് അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ മുറി തേങ്ങയുടെ പകുതി ഞാൻ ഇതുപോലെ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, 1/2 സ്പൂൺ ജീരകം, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ഇതിന് വേണ്ട ചേരുവകൾ. നമുക്കിത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇത് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ അരപ്പ് റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്കിനി വേണ്ടത് തൈരാണ്. തൈര് ഞാൻ കട്ടത്തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അരപ്പ് എന്തുമാത്രം ഉണ്ടോ അതിൽ നിന്നും അല്പം കൂട്ടി, ഒരു 2 സ്പൂൺ കൂട്ടിയാണ് ഞാൻ തൈര് എടുത്ത് വെച്ചിരിക്കുന്നത്, കട്ടത്തൈര്. നല്ല പുളിയുള്ള തൈരാണിത്. പിന്നെ നമുക്ക് വേണ്ടത് കടുക് പൊട്ടിക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ, കുറച്ച് സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു സവോളയുടെ 1/4 മുറി സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, 5 വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയും കടുകുമാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവ വേണം. ഇത്രയുമാണ് കടുക് പൊട്ടിക്കുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നമ്മുടെ പപ്പായ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. തൈരിന് കൂടെയുള്ള ഉപ്പാണ് ഞാനിട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരല്പം അരപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വരണം. പച്ചമണമൊക്കെ മാറി വരുന്നവരെ അല്പം തിളയ്ക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അല്പം അരപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പം നമുക്ക് ആ തൈരൊന്ന് അല്പം ഒന്ന് ഉടച്ചെടുക്കാം. ആ സമയത്ത് സ്പൂണിട്ട് ഇതുപോലെ ഒന്ന് കടഞ്ഞെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് ഉടച്ചെടുക്കാം. ഇതുപോലെ സ്പൂണിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടഞ്ഞെടുത്താൽ മതിയാവും. ഇപ്പം തൈര് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം 2 മിനിറ്റ് തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ പപ്പായ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുത്തിരുന്നപ്പം തൈരിനും കൂടെയുള്ള ഉപ്പാണ് ചേർത്തിരുന്നത്. ഇപ്പം കറക്റ്റ് ഉപ്പ് പിടിച്ചിരിക്കുന്നു. ഈ കറി നമ്മൾ ഇനിയും സ്റ്റൗവിന്മേൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തിളയ്ക്കരുത്. തിളച്ച് പോയാൽ അത് തൈര് പിരിഞ്ഞു പോവും, കറിയുടെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ 2 മിനിറ്റ് കഴിയുമ്പം തൈര് ഒഴിച്ചതിന് ശേഷം നല്ല ചൂടുണ്ട്. ഇപ്പം തൈര് ഈ ചൂട് കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കോളും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാം. അതിനായിട്ടൊരു പാൻ ഞാൻ സ്റ്റൗവിന്മേൽ വയ്ക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇനി നമുക്കിതിനകത്തേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. സ്റ്റൗ നമുക്ക് കുറച്ച് വയ്ക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള നന്നായിട്ടൊന്ന് വഴന്നു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ട് ഒരല്പം ക്രിസ്പി ആകണം കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി ക്രിസ്പി ആയി വന്നിട്ടുണ്ട്, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 5 വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം അല്പം കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോവും, അതുപോലെ തന്നെ വറ്റൽമുളകും കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം നമുക്ക് കുറച്ച് വെച്ച് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വറ്റൽമുളക് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ചതെല്ലാം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ഈ കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പളങ്ങ പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം, അത്ര നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക്